കോഴിക്കോട് ജില്ലയിൽ ലഹരി കേസുകൾ അനുദിനം വർദ്ധിക്കുമ്പോഴും പരിമിതികളിൽ വീർപ്പുമുട്ടുകയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ. ചെക്ക് പോസ്റ്റുകളിലും റേഞ്ച് ഓഫീസുകളിലും ആവശ്യത്തിന് വാഹനങ്ങളില്ലാത്തതാണ് ഉദ്യോഗസ്ഥരെ വലയ്ക്കുന്നത്. താമരശ്ശേരി, കോഴിക്കോട്, നാദാപുരം, കുന്നമംഗലം, ചേളന്നൂർ തുടങ്ങിയ എക്സൈസ് ഓഫീസുകൾക്കാണ് സ്വന്തമായി വാഹനമില്ലാത്തത്. വടകര, ബാലുശ്ശേരി, കൊയിലാണ്ടി, ഫറൂഖ് എന്നിവിടങ്ങളിലെ ഓഫീസുകളിൽ നിന്നാണ് ആഴ്ചയിൽ 2 ദിവസം ഇവിടേക്ക് താൽക്കാലികമായി വാഹനങ്ങൾ എത്തുന്നത്. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെയും അസിസ്റ്റന്റ് കമ്മീഷണറുടെയും വാഹനങ്ങൾ ഉപയോഗിച്ചാണ് പരിശോധനകൾ മുന്നോട്ടു പോകുന്നത്. ഇത്തരം അവസരങ്ങളിൽ വാഹനമില്ലാതെ മറ്റിടങ്ങളിലെ ജോലികൾ തടസ്സപ്പെടുന്ന അവസ്ഥയുമുണ്ട്. രാത്രി ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളിലും എത്തിപ്പെടാനാവാത്ത അവസ്ഥയാണ്. പലപ്പോഴും ഓട്ടോറിക്ഷയും ഇരുചക്ര വാഹനങ്ങളും ജീവനക്കാരുടെ സ്വകാര്യ വാഹനങ്ങളുമാണ് പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്നത്. 2026 ജനുവരി മുതൽ ഏപ്രിൽ 30 വരെ 3144 റെയ്ഡുകളിലായി 273 NDPS കേസുകളിൽ 272 പേരെ പിടികൂടി. 62 വാഹനങ്ങൾ പിടിച്ചെടുത്തു. മതിയായ വാഹനങ്ങളില്ലാതെയാണ് ഈ പരിശോധനകൾ എക്സൈസ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. കഴിഞ്ഞ വർഷം എക്സൈസ് ജനുവരി മുതൽ ഡിസംബർ വരെ 8839 റെയ്ഡുകൾ നടത്തിയിരുന്നു. പോലീസും എക്സൈസും ചേർന്ന് 191 റെയ്ഡുകൾ നടത്തി. 1703 അബ്കാരി കേസുകളും പിടികൂടി. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട 718 കേസുകളും 702 അറസ്റ്റുകളും നടന്നു. 123 വാഹനങ്ങളാണ് പിടികൂടിയത്. പരിമിതിക്കുള്ളിൽ നിന്ന് മികച്ച പ്രവർത്തനം ജില്ലയിലെ എക്സൈസ് വിഭാഗം കാഴ്ചവെക്കുമ്പോഴും പുതിയ വാഹനങ്ങൾ ഉൾപ്പെടെ അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ പരാതി. ജനം, കോഴിക്കോട്.